എ റഹീം MP ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടി ചേരുകയാണ്. റഹീം, ഇന്നലെ ദില്ലിയിൽ കണ്ടതിനെ വിശേഷിപ്പിക്കാൻ കാടത്തം എന്നൊരു പദമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. പെൺകുട്ടികളുടെ വസ്ത്രമടക്കം വലിച്ചു കീറുകയാണ്, നടന്നു പോകുന്ന കൊച്ചുകുട്ടികളുടെ മുഖത്ത് അടിക്കുകയാണ്, അതിക്രൂരമായി വയറ്റിലേക്ക് ലാത്തി കുത്തിക്കയറ്റുകയാണ്. എന്തിനാണ് എന്ന ചോദ്യത്തിന് അവർക്ക് പോലും മറുപടിയില്ലാത്ത ഒരു അവസ്ഥയാണ്. എന്ത് അരാജകത്വമാണ് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൂട്ടുന്നത്? ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് നേരെ ഇത്രയും വലിയ കാടത്തം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. ശ്രീ റഹീം, ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലതാഴ്ത്തി നിന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ. അത്രയേറെ ക്രൂരമായ ആക്രമണമാണ് ഭരണകൂടം സമാധാനപരമായി പ്രതിഷേധിച്ച സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും സാധാരണ മനുഷ്യർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആക്രമണത്തിൽ പരിക്കേറ്റവരിലേറെയും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റുഡൻസ് ആണ്. അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി സമരം ചെയ്തു വരികയാണ്. ആ സമാധാനപരമായ സമരത്തിനു നേരെ മുഖം തിരിച്ച സർക്കാർ അവസാനം വളരെ ശക്തമായി ഭ്രാന്തമായി ഇറങ്ങിയ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇന്നലെ നടന്ന മുഴുവൻ സംഭവങ്ങളും സർക്കാർ ആസൂത്രണം ചെയ്തതാണ്. നമ്മുടെ സാധാരണക്കാരെ പാർലമെന്റിന്റെ അരികിൽ വരെ എത്തി പ്രതിഷേധമെന്ന് എല്ലാ ബാരിക്കേഡുകളും മറികടന്നുകൊണ്ട് അവിടെ വെച്ചാണ് ക്രൂരമായി അവർ ആക്രമിക്കപ്പെട്ടത്. അവിടെ വെച്ച് ആക്രമിക്കപ്പെടുന്നു. ഡൽഹിയുടെ വിവിധ കോണുകളിൽ വെച്ച് അതിക്രൂരമായിട്ടാണ് ഇന്നലെ ആക്രമിക്കപ്പെട്ടത്. പലരെയും വാഹനത്തിൽ കയറ്റി ഡീറ്റെയിൻ ചെയ്യുമ്പോഴേക്കും പരിക്കേറ്റവരുണ്ട്, വലിയ തോതിൽ പരിക്കേറ്റവരുണ്ട്. എല്ലാ കാഴ്ചകളും വൈകുന്നേരം വരെ ഇന്റർനെറ്റ് ബാനായിരുന്നു. പക്ഷെ ഇന്റർനെറ്റ് നിരോധനത്തിന് ശേഷമുള്ള മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്ന വിഷ്വൽസ് രാജ്യത്തെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുകയാണ്. ശക്തമായി നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ വലിയ തോതിലുള്ള ജനരോഷം വീണ്ടും അണപൊട്ടി ഒഴുകുകയാണ്. അവിടെ നിന്നും പറഞ്ഞുവിട്ട് അവർ പൂർണ്ണമായും ജന്തർ മന്ദർ കയ്യേറി ഇന്നലെ പോലീസ്. പക്ഷെ മണിക്കൂറുകൾക്കകം ഇന്നലെ വൈകുന്നേരം നല്ല മഴയത്തും ചെറുപ്പം വീണ്ടും ആ ജന്തർ മന്ദർ തിരികെ വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ തോൽക്കാൻ മനസ്സില്ല എന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ യൗവനത്തിന്റെ ശബ്ദമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ലോകം ശ്രദ്ധയോടുകൂടി കാണുന്നു. അതിലൊന്ന്, ഏറ്റവും നീതീകരിക്കാനാകാത്ത ജനാധിപത്യപരമായ വിദ്യാർത്ഥി വേട്ട ഇന്നലെ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. അതാണ് ഒന്ന്. മറ്റൊന്ന്, വീറോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഒരു തലമുറ പൊരുതാനിറങ്ങിയിരിക്കുന്നു എന്നുള്ളതും ലോകം കാണുന്ന രണ്ട് കാഴ്ചകളാണ്. നന്ദി ശ്രീ റഹീം പ്രതികരിച്ചതിന്.